നമ്മൾ ദിവസവും തുടർച്ചയായി ധാരാളം സെൻസറി എക്സ്പീരിയൻസുകളിലൂടെ, ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ഓവർലോഡ് ചെയ്യുന്നു. വലിയ ബഹളങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ, അങ്ങനെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും. ഇത് നമ്മുടെ ആന്തരിക ബാലൻസ് നഷ്ടപ്പെടുവാനും നമ്മൾ സ്ട്രെസ്ഡ് ആകാനും കാരണമാകുന്നു. എന്നാൽ ശ്വസനം എന്ന നമ്മുടെ കയ്യിലുള്ള ടൂൾ ഈ ഇംബാലൻസിനെ മാറ്റി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ബാലൻസ് കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. ദിവസവും 5 മിനിറ്റെങ്കിലും എടുത്ത് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വലുതാണ്. അതുകൊണ്ടിന്ന് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്തു നോക്കാം. അത് എത്രത്തോളം നമ്മെ കാമാക്കും, ശാന്തരാക്കുമെന്ന് തിരിച്ചറിയാം. സ്വസ്ഥമായി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. സാവധാനം കണ്ണുകൾ അടയ്ക്കാം. പാദങ്ങൾ നിലത്ത് പതിഞ്ഞിരിക്കുന്നത് അനുഭവിക്കാൻ ശ്രമിക്കാം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും പേശികളെയും റിലാക്സ്ഡ് ആക്കാം. സ്ട്രെസ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാൻ സ്വയം അനുവാദം കൊടുക്കാം. ഈ ഒരു നിമിഷത്തിന് മുൻപ് നടന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാം. ഇതിനുശേഷം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുക്കാം. നിങ്ങളെക്കുറിച്ചോ ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ചോ ഉള്ള മുൻവിധികളോ പ്രതീക്ഷകളോ റിലീസ് ചെയ്യാം. മനസ്സിനെ സ്വസ്ഥമാകാൻ അനുവദിക്കാം. ഹൃദയമിടിപ്പുകളെ കേൾക്കാൻ, ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ സ്വയം സ്വാഗതം ചെയ്യാം. ശാരീരികമായും വൈകാരികമായും മാനസികമായും. ഇനി ശ്രദ്ധ ശ്വസനത്തിലേക്ക് കൊണ്ടുവരാം. ശ്വസനത്തിൻ്റെ ആഴത്തിലുള്ള അനുഭൂതികൾ ശ്രദ്ധിക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നെഞ്ചുയരുന്നതും ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ അത് വീണ്ടും താഴുന്നതും ശ്രദ്ധിക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കാം. നിശ്വസിക്കുമ്പോൾ അത് ആഴത്തിലുള്ളതാകുന്നതും ശ്രദ്ധിക്കാം. സ്വാഭാവികമായി നാച്ചുറലായി വരുന്ന ശ്വസനത്തെ ശ്രദ്ധിക്കാം. ഒന്നും ചെയ്യാതെ അതിൽ മാത്രം ശ്രദ്ധിക്കാം. ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാം. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൈർഘ്യം സാവധാനം വർദ്ധിപ്പിക്കാം. നിശ്വാസം സാവധാനം ആഴത്തിലുള്ളതാക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ സ്വസ്ഥതയും ശാന്തതയും സമാധാനവും അകത്തേക്ക് കൊണ്ടുവരാം. നിശ്വസിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ടെൻഷനും ഭയങ്ങളും ഉത്കണ്ഠകളും വിട്ടുകൊടുക്കാം, റിലീസ് ചെയ്യാം. ആന്തരിക നേത്രങ്ങൾ ഉപയോഗിച്ച് ശ്വസനത്തെ ശരീരം മുഴുവനിലേക്കും വ്യാപിപ്പിക്കാം.
5 തവണ ആഴത്തിൽ ശ്വസിക്കാം. അഞ്ചാമത്തെ തവണയുള്ള നിശ്വാസത്തിനു ശേഷം അടുത്ത തവണ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ എത്ര തവണ വരെ എണ്ണുമ്പോഴാണ് ശ്വാസം പരമാവധി അകത്തേക്ക് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. നിശ്വസിക്കുമ്പോൾ അത്ര തവണ തന്നെ താഴോട്ട് എണ്ണാം. ഇനിയുള്ള 5 പ്രാവശ്യം എത്ര വരെ എണ്ണാൻ സാധിച്ചോ അത്ര വരെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യാം. അഞ്ച് തവണയുള്ള ആഴത്തിലുള്ള ശ്വസനത്തിനു ശേഷം എണ്ണുന്നത് സാവധാനം അവസാനിപ്പിക്കാം. ശ്വസനത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആന്തരിക നേത്രങ്ങളെ അടയ്ക്കാം. അവബോധത്തിൽ കടന്നുവരുന്ന എല്ലാ ചിത്രങ്ങളെയും ചിന്തകളെയും അനുഭൂതികളെയും അനുഭവങ്ങളെയും റിലീസ് ചെയ്യാം. ഒരു നിമിഷമെടുത്ത് ശ്വസനത്തിൻ്റെ മൃദുലതയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അതുപോലെ മനസ്സിൻ്റെ ശാന്തതയിലേക്കും ശരീരത്തിൻ്റെ നിശ്ചലതയിലേക്കും. തിരിച്ച് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് അവബോധത്തെ കൊണ്ടുവരാം. ശരീരത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാം. ആഴത്തിൽ ഒരു ശ്വാസമെടുക്കാം. വയറിലേക്ക്, അവിടെ നിന്നും നെഞ്ചിലേക്ക്. സാവധാനം കണ്ണുകൾ തുറക്കാം. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ നിശബ്ദവും ശ്വസനം കൂടുതൽ മൃദുവുമായത് ശ്രദ്ധിക്കാം. കൂടുതൽ സമാധാനവും ശാന്തതയും കൈവന്നതായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു നിമിഷത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാണോ ഇപ്പോൾ നിങ്ങൾ? കൂടുതൽ അലൈവായും ഊർജ്ജസ്വലതയുള്ളവരായും അനുഭവപ്പെടുന്നുണ്ടോ? ഇത് ദിവസവും ചെയ്താൽ അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം.